അപ്പം ഇന്ന് ഞങ്ങളുള്ളത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വേലൂർ കുറുമാക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ചക്കകളുടെ ഒരു ഇതാണ്. ചക്കകൾ മാത്രമല്ല പലതരം ഫ്രൂട്ട്സുകളുടെ ചെടികൾ, ചക്ക നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ വെറൈറ്റി ചക്കകളുടെ ഒരു ഇത് തന്നെ ഉണ്ട്. ഒരു വലിയൊരു ഗാർഡനാണ് ഇവിടെ. നമുക്കത് പരിചയപ്പെടാം. ബയോ വന്നതാൻ ചക്കയൊക്കെ നമുക്ക് കൊച്ചു കുട്ടിക്ക് ഞങ്ങളുടെ നാദാന് പോലും ചക്ക പൊട്ടിക്കാം. അത്രയും ഇതിലാണ് ചക്കകൾ നിൽക്കുന്നത് ഇവിടെ. നമുക്ക് ഈ തൈകളൊക്കെ വാങ്ങാനും കിട്ടും. ഞങ്ങളിവിടെ ചക്ക വാങ്ങാമെന്ന് ഓർത്തിട്ടാണ് വന്നത്. ഇവിടെ കിലോ 50 രൂപയാണ് ചക്കയ്ക്ക്. ഇതെല്ലാം റംബൂട്ടാൻ്റെ തൈകളാണ്. റംബൂട്ടാൻ്റെ തൈകളാണ്. ഇതൊക്കെ ചക്കയ്ക്കൊക്കെ പ്ലാവിനൊക്കെ ഇത്ര ഉയരമുള്ളൂ കേട്ടോ. ഈ ഉയരത്തിൽ തന്നെ ചക്കകൾ ഉണ്ടാവുന്നുണ്ട്. നല്ല പനല്ല തോന്നുന്നത്, കവുങ്ങുണ്ട്. നല്ല തെങ്ങിൻ തൈകളുണ്ട്. പലതരം ഫ്രൂട്ട്സിൻ്റെ നോക്കിയിട്ടുമ്പേ ആ ചക്ക ഉണ്ടായി നിൽക്കണേക്കാം. അവിടെ ഉണ്ട് അല്ലേ? എവിടെയുള്ളത്? അതിൻ്റെ ഉള്ളിൽ ഞങ്ങളാരും കണ്ടില്ല. കുട്ടി കണ്ടു. ഉണ്ടാവും കുറേ ചക്ക ഉണ്ടല്ലോ. അതന്നെ എന്താ പറയാ? ജാക്ക് ഫ്രൂട്ട് എന്താ പറയാ? അതിനെന്താ പേര് പറയാന്ന് പറയും. ജാക്ക് ഫ്രൂട്ട് പറഞ്ഞേ കുട്ടി. എന്താ തന്നെ പറയാ? ചക്ക. അവിടെ ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ കണ്ടിട്ട് വരാം. നടന്നോ? ഒരു ചക്ക വാങ്ങാൻ വന്നതാണേ. അമ്മ ചക്ക പോയി തൊട്ടെ. ayo
ഇങ്ങോട്ട് വാ. വീഴണ്ടേ, പയ്യെ പയ്യെ. ചിരിക്കടാ. കണ്ണ് ചിമ്പിട്ടാ ചെറുക്കണ ഞമ്മാന്ന് വിളിക്ക്. ഒരു ഉമ്മ കൊടുക്ക് ചക്കേനെ, ഒരു ഉമ്മ കൊടുക്ക് ചക്കേനെ. അതൊക്കെ കൊടുക്ക, ഒരു ഉമ്മ കൊടുക്ക്. അവിടെ അല്ല, അവിടെ മുടക്ക് വെച്ചിട്ട് നോക്കണം കുട്ടി. ആ മേലുണ്ട്. നദാനും സുഖമായിട്ട് അല്ലേ? ഞങ്ങളുടെ നദാനും ഒരു ചക്ക സുഖമായിട്ട് മുട്ടിക്ക്. എത്രയേ ഉള്ളൂ നദാനെ? ചക്ക നിൽക്കുന്നത് തെങ്ങും തൈ വേണമെങ്കിൽ നമുക്ക് തെങ്ങും തൈ വാങ്ങാം അല്ലേ? തെങ്ങും തൈകളുണ്ട്. മൂത്ത് ചക്ക നോക്കും. ഇരുപത് തരം മാവുകളുണ്ട് ഇവിടെ. 20 ഇനം മാവുകൾ. ആ 20 ഇനം മാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 150 രൂപയുടെ ഒരു മാവിന്റെ തൈ ഇവിടെ കൊടുക്കും. കാഴ്ച മാവ്, മാങ്ങി ഉണ്ടായി നിൽക്കുന്ന മാവ് വരെ ഉണ്ട്. അത് 500 രൂപ തൊട്ടുള്ള മുളയ്ക്കുള്ളതൊക്കെ നല്ലപോലെ മാങ്ങിണ്ടാവും. അത് പല വെറൈറ്റിയും പല ഇനങ്ങളനുസരിച്ചാണ്, വലുപ്പം അനുസരിച്ചാണ് അതിന്റെ വില. പ്ലാവിന്റെ തൈ 99 രൂപ മുതലുണ്ട്. ഒരു പ്ലാവിന്റെ തൈന് 99 രൂപ തൊട്ട് മുകളിലേക്ക് വലുപ്പം അനുസരിച്ച്. അതും ചക്കി ഉണ്ടായതുണ്ട്. അതൊരു 3 തരം പ്ലാവുണ്ട്. 65 ഇനം പ്ലാവ് ഇവിടെ ഉണ്ട്. അതിൽ 3 തരം തൈകൾ ഉണ്ടാക്കി കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ അടുത്ത വർഷം തൊട്ട് കൂടുതൽ ഇനങ്ങൾ, എല്ലാതരം ഫ്രൂട്ട് പ്ലാന്റ്, 20 ഇനം മാവുകള്, മാവിന്റെ തൈകൾ, റംബൂട്ടാൻ, ചുവപ്പും മഞ്ഞയും, പിന്നെ മാംഗോസ്റ്റിൻ, അവക്കാഡോ, സപ്പോട്ട, ചാമ്പ, പേര, അബിയു, കുള്ളൻ തെങ്ങ്, കുറ്റിയാടി തെങ്ങ്, കവുങ്ങ്, ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ വാട്ടർമാൻ അബിയു എന്ന് പറഞ്ഞ ഫ്രൂട്ട് നല്ല ഫ്രൂട്ടാണ്. അങ്ങനെ ഇവിടുത്തെ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റമാണ് ലോകത്തിന് മാത്രം. ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് കിട്ടിയ തോട്ടം. എത്ര വലിയ മഴ പെയ്താലും ഒരു ഡ്രോപ്പ് വെള്ളം ഇവിടുന്ന് ഒലിച്ചു പോലിയോ ടീസ്പൂണ് മണ്ണും പോലിയോ. അതാണ് സിസ്റ്റം. അത് നിങ്ങൾക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം. അപ്പൊ അങ്ങനെ നമ്മൾ വ്യത്യസ്തങ്ങളും വിഭിന്നങ്ങളായിട്ടുള്ള ഫ്രൂട്ട് ഇനങ്ങൾ, പിന്നെ ജമ്പോട്ടിയോ, മരമുന്തിരി, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. വലിയൊരു നഴ്സറി ഉണ്ട്, അവിടെയാണ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഞങ്ങളുടെ നഴ്സറി കുറച്ച് അപ്പുറത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സൗകര്യപ്പെടുകയാണെങ്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നന്നായി. അപ്പോൾ മാവ്, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, അവക്കാഡോ, അബിയു, സപ്പോട്ട, ചാമ്പ, പേര, ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെയുള്ള തെങ്ങ്, കവുങ്ങ് എല്ലാം നമ്മൾ ഇവിടെ തയ്യാറാക്കി കൊണ്ടുപോകും. അപ്പോൾ വിത്ത് തേങ്ങ കൊടുന്ന് തയ്യാറാക്കി കൊണ്ടുപോകണം തൈ. അപ്പോൾ എല്ലാ സാധനങ്ങളും കൂടി അതിവിടെ വന്നപ്പോൾ വരുന്നപ്പോൾ തുറക്കും. ആ തിന്നാം.
കഴിച്ചു നോക്കോ. ഇന്ന് ലോകത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു നഴ്സറി പോയിട്ട് വരുന്ന ആളുകൾക്ക് മുഴുവൻ ചക്ക പഴുത്തത് രുചിച്ച് നോക്കിയിട്ട് തൈ കൊണ്ടുള്ള ഏതെങ്കിലും സ്ഥലം നിങ്ങൾക്ക് കേട്ടല്ലോ. അല്ല, അത് എടുത്ത് തുറന്നു വെച്ചോ, ആ അടിയിൽ വെക്കും. അപ്പോൾ ഇതേപോലെ വരുന്ന ആളുകൾക്ക് മുഴുവൻ പഴുത്ത ചക്ക ഞങ്ങൾ മുറിച്ച് രുചിച്ച് നോക്കാനുള്ള അവസരമുണ്ട്. അതാണ് ഞങ്ങളുടെ ക്രെഡിബിലിറ്റി. ഏതെങ്കിലും അടിപൊളി, നല്ല മധുരം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് കേരളത്തിലെ ഏതെങ്കിലും നഴ്സറി പോയിട്ട് നമുക്കൊരു പ്ലാവും തൈ മേടിക്കാൻ പോയി, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പ്ലാവിന്റെ പഴുത്ത ചക്കച്ചോള കഴിക്കാൻ അവസരം ഉണ്ട് എവിടെങ്കിലും. അപ്പൊ വരുന്ന ആളുകൾക്ക് മുഴുവൻ പഴുത്ത ചക്ക മുറിച്ച് കഴിക്കാൻ കൊടുക്കണം. അപ്പൊ അവർക്ക് രുചിച്ച് നോക്കിയിട്ട് തൈകൾ കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് ഒരു സ്പെഷ്യൽ സ്ഥലം. അപ്പൊ അതേപോലെ തന്നെ വിത്ത് മുതൽ വിപണി വരെ ചക്കക്കുരു പാവി മുളപ്പിക്കുന്നത് മുതൽ പ്ലാവിന്റെ മുകളിൽ ചക്കയുണ്ടായി അത് മുറിച്ച് വിപണനം നടത്തുന്ന രീതി വരെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പുറത്തു പോയി അത് കാണാൻ എളുപ്പമാവില്ല. അല്ല, കുരു പാവി മുളപ്പിച്ച് അതില് നമുക്ക് ഇനങ്ങൾ ബെഡ് ചെയ്തെടുത്ത് അതിന്റെ തൈകൾ വലുതായി അത് കൃഷി ചെയ്ത് ആ കൃഷിയിൽ നിന്ന് കൃഷി ഉൽപ്പന്നമായി ചക്ക ലഭിച്ച് അത് നമ്മൾ എക്സ്പോർട്ടിങ് വരെ ചെയ്യുന്ന സ്ഥലം. അത് മുറിച്ച് കഴിച്ചു നോക്കാൻ, രുചിച്ചു നോക്കാനുള്ള അവസരം കൂടി ഈ കുറുമാർക്കുന്നുണ്ട്. നിങ്ങൾ അത് അങ്ങനെയുള്ള സ്ഥലത്താണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് തൈ കിട്ടി, ഞങ്ങളൊരു തൈ കിട്ടുന്നുണ്ട്. ഇപ്പൊ ചില നഴ്സറിയിൽ നിന്ന് തൈ കിട്ടും. തൈ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ ഉത്പാദിക്കുന്നത്, എങ്ങനെ ഉത്പാദിക്കുന്നത്, ഏത് തരം ഉത്പാദിക്കുന്നത് എന്താന്നുള്ളത് ബോധ്യപ്പെടണ്ടേ. നമുക്ക് കണ്ണോണ്ട് കണ്ട് ബോധ്യപ്പെട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഫാമിൽ നേരിട്ട് വരാൻ പറയുന്നത്. ഇവിടെ വന്ന് ഇത് കണ്ട് ബോധ്യപ്പെട്ട് കൊണ്ടുപോകാനുള്ള അവസരം. അതാണ് ഉണ്ടായി നിൽക്കുന്നത് വെച്ചാൽ അബിയുവിന്റെ സമയം കഴിഞ്ഞു. അബിയു ഫ്രൂട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസത്തിലാണ് മാക്സിമം ഉണ്ടാവുക. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാലും ചിലപ്പോൾ ചില സ്ഥലത്ത് ഒറ്റയ്ക്ക് ഉണ്ടാവാം. ചാനലിന്റെ താഴെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ അബിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഇടാം. ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് അബിയു കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന സീസണാണ് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഈ 4 മാസം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ പ്ലാവിന്റെ ചക്ക അത് പിന്നെ ഫുൾ 360 ദിവസം ഉണ്ട്. ചക്കയുണ്ട്, എപ്പോഴും ഉണ്ടാവും. അത് ചില സമയത്ത് ഒരല്പം കുറയുന്നല്ലാതെ ചക്ക ഇല്ലാത്തൊരു ദിവസം ഇവിടെ ഉണ്ടാവില്ല. ചക്ക കാണാതെ 365 ദിവസം വന്നിട്ടും ഞങ്ങളുടെ തോട്ടത്തിലെ പ്ലാവിന്റെ മുകളിൽ ചക്ക കാണാതെ ഒരാൾക്ക് കൊണ്ടുവരില്ല. അപ്പൊ നമുക്ക് ചക്ക ഇപ്പൊ ഈ സീസൺ കഴിഞ്ഞാൽ ഏത് സമയത്ത് വന്നാലും ഇവിടെ ചക്ക കാണാം, ഉണ്ടാവും. അത് ചിലപ്പോ പഴുത്ത ചക്ക ചില ഓഫ് സീസൺ പ്ലാവിന്റെ മുകളിൽ ചക്ക ഇവിടെ ഉണ്ടായിരിക്കും. അതിന് ഒരു സംശയമില്ല. അത് 360 ദിവസം ഉണ്ടാവും. അതേമാതിരി നമുക്ക് എല്ലാ ഫ്രൂട്ട് പ്ലാന്റും മാവൊക്കെ വളരെ വളരെ വെറൈറ്റികളായ മാവിനങ്ങൾ, അത് മാവിന്റെ മുകളിൽ മാങ്ങ കണ്ട് നിങ്ങൾക്കത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റികൾ. അപ്പം മാവ്, പ്ലാവ്, റംബൂട്ടാനൊക്കെ കായ്ച്ച തൈകൾ, നല്ല ചുമചുമാന്നുള്ള. അതെ. അപ്പൊ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് കഴിക്കാം. അപ്പൊ അതൊരു സ്പെഷ്യൽ തന്നെയാണ്. ചക്ക നമ്മള് സീസൺ ടൈമിൽ മാത്രമേ കാണലുള്ളൂ. അപ്പൊ അതിപ്പോ നിങ്ങളിപ്പോ ഒരു 2 ചെറിയ പ്ലാവ് നിൽക്കണം. നിങ്ങൾ കണ്ടു ഒരു പ്ലാവിന്റെ മുകളിൽ 20.5 കിലോ തൂക്കം വരുന്ന ചക്ക. അതിന്റെ ഒട്ടും മോശമില്ലാത്തൊരു ചക്കയാണ് അതില് ലാസ്റ്റ് ചക്ക. ആ ചക്ക ഉണ്ടായി തുടങ്ങിയിട്ട് അതിന്റെ തുണച്ചക്കകൾ കുറെ നമ്മൾ പറിച്ചെടുത്തപ്പോൾ ലാസ്റ്റ് ചക്കയായി. അതിന്റെ മുകളിൽ ഇപ്പോഴും അടുത്ത സീസണിലേക്ക് ഉണ്ടാവുന്ന 2ാം സ്റ്റെപ്പ് ഉണ്ടായത് ചെറിയ ചക്കകളൊക്കെ ഉണ്ട്. താഴത്തൊരു ചക്കന്റെ മുകളിൽ 2 ചെറിയ ചക്ക അടുത്ത സീസണിലേക്ക് ഉള്ളത്. അത് തന്നെ 2 പ്രാവശ്യം ഉണ്ടാവും എന്നുള്ള എന്റെ ഉറപ്പാണ്. പിന്നെ തൊട്ട് ചെറിയ പ്ലാവ് നിൽക്കുന്നുണ്ട്. അത് ഈ കൊല്ലം ആദ്യമായിട്ടുണ്ടായി. കഴിച്ചോടാ ചക്ക. ഇവരുടെ ഒരു അഭിപ്രായം ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ മുന്നേ വന്നിട്ടുണ്ടോ അവിടെ? ആദ്യമായിട്ടാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ ചക്ക കഴിച്ചിട്ട്? അപ്പൊ നിങ്ങള് ചക്ക വാങ്ങാനാണോ തൈ വാങ്ങാനാണോ? അല്ല, നമുക്കത് വാങ്ങാന്ന് വെച്ചാൽ നല്ലതാണ്. കാരണം നമുക്ക് ഈ ഓഫ് സീസണിൽ നമുക്ക് ചക്ക കിട്ടാന്നുള്ളത് വലിയൊരു ഇതല്ലേ. അപ്പൊ വിദേശത്തൊക്കെ പോയ ചക്കക്കുരുവിനൊക്കെ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ കാണാൻ 2500 രൂപയ്ക്ക് 1 കിലോ ഒക്കെ പറയണേ. അപ്പൊ നമുക്ക് ഓഫ് സീസണിലും ചക്ക കിട്ടും. ഭയങ്കര ആഗ്രഹം ഒരുപാട് നാളായി.
നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ചക്ക സൈഡ് വന്ന അങ്ങനെയാണോ അങ്ങനെ ഉണ്ടാവുന്നതല്ലേ? ആ ഈ തുമ്പിയാണ് ഹോം ഡെലിവറി ഉണ്ടോ? ഹോം ഡെലിവറി ഇല്ല, നമ്മൾ ഇവിടെ വന്ന് എടുത്തു കഴിഞ്ഞാൽ വണ്ടിയിൽ കയറ്റി വയ്ക്കും. കഴിഞ്ഞ മുൻതാഴ്ചയായി നടക്കട്ടെ ചക്ക വാങ്ങാൻ വന്നിട്ട് ചക്ക വെട്ടിയിട്ട് പോലെ ആവരുത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിങ്ങളുടെ ചാനൽ പറഞ്ഞില്ലേ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇനി ഒരു എണ്ണം ഞാൻ എന്റെ വീട്ടിലുണ്ടെന്ന് പറയാന്ന്. അപ്പൊ അതേമാതിരി നമ്മുടെ ശ്രദ്ധയില് പോലും കിടക്കാത്തൊരു സാധനം. ഇതെങ്ങനെയാ? നല്ല ഭയങ്കര സ്വീറ്റാ. സ്വീറ്റ് എന്ന് പറഞ്ഞാലേ പനന്തങ്ക് കരിക്ക് കഴിക്കണ ടേസ്റ്റ്. അടിപൊളി ഡിഷ്. അബിയു നല്ല പോലെ പഴുത്തതിന് ശേഷം കഴിക്കാവോ. അബിയു നല്ല ഫ്രൂട്ടാണ്, പക്ഷെ അതിന്റെ യഥാർത്ഥ രുചി എന്ന് പറഞ്ഞാൽ നല്ല പോലെ പഴുത്ത് ഇതാക്കി കിട്ടണം. പിന്നെ അവരോടെ അതിന്റെ അടിയിലൊരു ഓട് ചക്ക നോക്കിയുണ്ടായിരുന്നു. നമുക്ക് ആരുടെ ആവശ്യമില്ല ചക്ക പൊട്ടിക്കാനായിട്ട്. നമ്മൾ ഈ പ്ലാവുകൾ വീടുകളിൽ കൊണ്ടുവച്ചാല് ചക്ക പൊട്ടിക്കാൻ നമുക്ക് ഒരാൾ അന്വേഷിച്ച് നടക്കണ്ട. അങ്ങനെ നമ്മൾ തോട്ടി അന്വേഷിക്കണം, ചക്ക പൊട്ടിക്കാൻ ആളന്വേഷിക്കണം. ഇതാ പോകുന്ന വേണ്ട. വീട്ടിലുള്ള കൊച്ചു കുട്ടികൾ ഞങ്ങളുടെ നാദാന് പോലും ചക്ക പൊട്ടിക്കാം അല്ലേ നാദാനെ? അല്ലേ നാദാന് പൊട്ടിച്ചൂടത്? മറാഠി ഫ്രൂട്ട്, കറിവേപ്പ് ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമുക്കത് കാണാം. പഴുക്കണേ ഉള്ളു, നിറയെ ഉണ്ടതുമ്മേ. ഇതിപ്പോ ഈ ഗ്രീൻ കളർ ആയതുകൊണ്ട് കറക്റ്റ് കാണാനിട്ടാണ്. നിറയെ ഉണ്ടായിട്ടുണ്ട്. താഴേക്ക് ഉണ്ടായി വരുന്നുണ്ട്. കുട്ടി അവിടെ വാങ്ങാണ്ട? എവിടെ വാങ്ങിയുള്ളു? കാട്ടി തന്നെ കുട്ടി എവിടെ വാങ്ങ? എവിടെ വാങ്ങാണ്ട്? ആ ഈ വാങ്ങാണ്ടത് അല്ലേ? ആ അതവര് പൊട്ടിച്ചുകൊണ്ടുമ്പോ വീണതാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. വേലൂര് കുറുമാർക്കുന്നു. റൂട്ട് എങ്ങനെയാ വരുന്നത്? റൂട്ട് വടക്കാഞ്ചേരി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ വേലൂർ സെൻറ്ററിൽ വന്നിട്ട് ഇടപെട്ട് വന്നാൽ 1.5 കിലോമീറ്റർ. വേലൂർ സെന്ററിൽ വന്നിട്ട് 1.5 കിലോമീറ്റർ ഇങ്ങോട്ട്. നമ്മള് തൃശ്ശൂരിൽ നിന്ന് വരികയാണെങ്കിൽ കേച്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് റൈറ്റ്. തൃശ്ശൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഏഴാങ്കല്ലേ? പുറ്റേക്കര റേറ്റ് ഇല്ല, 3 കിലോമീറ്റർ. നമ്മൾ വാങ്ങിയ ചക്കയല്ലേ? ഞങ്ങൾ ഇവിടുന്ന് ചക്ക വാങ്ങി. ചക്ക കിലോ 50 രൂപയാണ്. നല്ല ചക്കയാണ് കേട്ടോ. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ചക്ക, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളിവിടെ കഴിച്ച് ഞങ്ങൾ എന്തായാലും വന്നതല്ലോ ഒരെണ്ണം വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ തന്നെയാണോ വീട്? അമല ഹോസ്പിറ്റലിന്റെ അടുത്ത്. അങ്ങനെ ചിറ്റാട്ടുകര അമല, നമ്മുടെ മുണ്ടൂര് അമല, പേരാമംഗല അമല. അതാ ചിറ്റലപ്പള്ളിയോ? അമല ഹോസ്പിറ്റല്, അമല നഗർ അവിടെ തന്നെയാണ്. ചിറ്റലപ്പള്ളി അവിടുന്ന് അപ്പുറത്തേക്ക്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഫാമിന്റെ ഓണർ. അപ്പൊ ഇവിടെ വന്നിട്ട് ആളെ കാണാം. പിന്നെ ഇവിടെ ജോലിക്കാരൊക്കെ ഉണ്ട് അല്ലേ? കുറെ പേരുണ്ട് ജോലിക്കാര്. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ലേ? അതെ, ആളില്ലെങ്കിലും ജോലിക്കാരുണ്ട്. അല്ല, അതോടെ നമ്മള് മുകളില് പുല്ല് പറിക്കാൻ മാത്രം 10 ആളുണ്ട്. പറമ്പിലുള്ള പുല്ല് കൈ കൊണ്ട് പറിക്കാൻ കണ്ടില്ലേ? അപ്പുറത്ത് ചൂലെടുത്ത് അടിച്ചോട്ടിനേക്ക് അപ്പുറത്തോട്ട് പോയിട്ട് ഒന്ന് എടുത്ത് നോക്കാം. നിങ്ങള് ഒന്ന് കാണുമോ? മെയിനായിട്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവിടെ ഭയങ്കര വൃത്തിയുണ്ട്. നമ്മള് സാധാരണ ചെടികൾ കാണുമ്പോൾ പുല്ല് ഇതൊക്കെ ഉണ്ടാവലുണ്ട്. ഇവിടെ അതൊന്നുമില്ല. നല്ല ചേച്ചിമാരൊക്കെ നല്ല അടിച്ചു വാരി വൃത്തിയാക്കി. അതാണ് മെയിനായിട്ടൊരു പ്രത്യേകത. നമ്മൾ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണെന്നുള്ളൊരു തോന്നില്ല. അത്രയും വൃത്തിയിലാണ് ഇവിടെയൊക്കെ എനിക്ക് ചക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. ഇതെല്ലാം റംബൂട്ടാൻ്റെ തൈകളാണ്. അപ്പോൾ എല്ലാവരും ചക്ക ആവശ്യമുള്ളവര് ഇങ്ങോട്ട് വരാം. ഇവിടെ ഓഫ് സീസണിലും നമുക്ക് എപ്പോഴും ചക്ക കിട്ടും. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ചക്ക എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക, ഇവിടെയൊക്കെ കാണുക, ആവശ്യമുള്ള തൈകൾ വാങ്ങിയിട്ട് പോവുക.
നമുക്ക് ഏത് സീസണിലും, നമുക്കിപ്പോൾ ചക്കയുടെ സീസണിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഏത് സീസണിലും ഇവിടുത്തെ പ്ലാവ് വാങ്ങിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ നട്ടാലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സീസണിലും ചക്കയും മാങ്ങയൊക്കെ കഴിക്കാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ ഓക്കെ, സൂപ്പറാണോ? സൂപ്പറാണ്. അതുപോലെ ചക്ക തിന്ന് തളർന്നിട്ട് സൗണ്ട് പുറത്തേക്ക് വരാഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ് ബ്ലാക്ക്ബെറി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.